ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സഫ്വാൻ. ഇന്ന് എയർ ട്രാൻസ്പ്ലാന്റേഷൻ അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഞാനിപ്പോൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ട് 1 വർഷവും 2 മാസമായിട്ടുണ്ട്. റിസൾട്ട് നോക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ കാശ്മീരിലാണ്, ഒരു ചെറിയ ട്രിപ്പിലാട്ടോ, ലഡാക്ക് ട്രിപ്പിലാണ്. നമ്മളെ കേരളത്തിൽ നിന്ന് അങ്ങേ താഴെയുള്ള ലഡാക്കിലേക്കുള്ള ട്രിപ്പിലാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, യാത്രയിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കാം ഇന്നത്തെ വീട്ടിലേക്ക് കിടക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. ബാക്കിലാണ്ടല്ലോ ടെൻറ്റും വണ്ടിയൊക്കെ. ഇങ്ങനെ നമ്മൾ വന്നത്, നമ്മൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് ഇതൊക്കെ അറിയാൻ കഴിയുന്നുണ്ടാവും. നമ്മുടെ വീഡിയോക്ക് അത്രയും വ്യൂസ് ഒന്നുമില്ല, അതുകൊണ്ടാണ് ട്രാൻസ്പ്ലാന്റേഷൻ വീഡിയോ മാത്രമേ കയറുന്നുള്ളൂ. അതുകൊണ്ട് സെപ്പറേറ്റ് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കേരളത്തിൽ നിന്ന് ഒരു 10 ദിവസമായി ഏകദേശം പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിട്ടാണെങ്കിൽ 1 വർഷം 2 മാസമായി. അപ്പോൾ ഇതിൻ്റെ റിസൾട്ടാണ് നമ്മൾ നോക്കുന്നത്. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ട് എന്തൊക്കെ സംഭവിച്ചു, ഇപ്പോൾ എന്താണ് മാറ്റം, ഈ ട്രിപ്പ് 20 ദിവസം തുടങ്ങിയല്ലോ, അതിലെന്തൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത്. എൻ്റെ മുടി എന്ന് പറയുന്നത് ഇപ്പോൾ 20 ദിവസത്തിൽ ഞാൻ വല്ലാണ്ട് വാഷ് ചെയ്തിട്ടില്ല. കാരണം വെള്ളത്തിൻ്റെ പ്രശ്നം നല്ലോണം ശ്രദ്ധിക്കണം നമ്മൾ. ഇപ്പോൾ ഗൾഫിലുള്ളവർക്കൊക്കെ പ്രശ്നം അതാണ്. ഞാനും ഗൾഫിലേനി, അതുകൊണ്ട് തന്നെ എൻ്റെ മുടി മുഴുവൻ പോയത് ഈ ഗൾഫിലെ വെള്ളം ഉപയോഗിച്ചിട്ടാണ്. അവിടുത്തെ ഫിൽറ്റർ ചെയ്ത വെള്ളം ഉപയോഗിച്ചിട്ടാണ് മുടി പോയതെന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അതുപോലെ തന്നെ എൻ്റെ ഫാദറിനും മുടി ഇല്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ഇവിടെ വരുമ്പോൾ വെള്ളം നല്ലോണം ശ്രദ്ധിക്കലുണ്ട്. ഞാനിപ്പോൾ ഈ 20 ദിവസത്തിനുള്ളിൽ തന്നെ ആകെ ആഴ്ചയിൽ 1 ദിവസം എന്നുള്ള ആൾക്കൊക്കെയാണ് ഞാൻ മുടി കഴുകിയിട്ടുള്ളൂ. പിന്നെ പോരിൽ ഞാൻ പാരാഗ്ലൗ അതേപോലെ തന്നെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലായിട്ട് ഇടലുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പൊടിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഹെൽമെറ്റ് ഇടുമ്പോൾ ഞാൻ ഇത് ഇടാറുണ്ട് കേട്ടോ. ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് തലയ്ക്ക് വിയർപ്പ് ഇറങ്ങൂല. അപ്പോൾ ഹെൽമെറ്റ് ഇങ്ങനെയാണ് ഞാൻ ഇട്ടത്. ഇതുപോലെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇവിടെ 2 ഹെയർ ഹോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാറ്റ് ഫുള്ള് ഇതിനുള്ളിൽ തലയ്ക്ക് എത്തും ചെയ്യും. പിന്നെ വിയർപ്പ് നമുക്ക് കയറില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇടയ്ക്ക് ഇതേപോലെ ഊരിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് യാതൊരു പ്രശ്നമില്ല. ഇതുവരെ കൊച്ചിന് കാര്യമൊന്നും കണ്ടില്ല. ഇനി കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ട്രാവൽ ടൈമിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോരാതെ തന്നെ നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് ഡോക്ടറോട് അന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യും, ഹെൽമെറ്റ് കൂടുതൽ സമയം ഉപയോഗിക്കില്ല. നമ്മൾ യാത്ര എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് യാത്രയാണ്, ഇങ്ങോട്ടുള്ള ദൂരം അറിയാലോ. അതിങ്ങനെ പതുക്കെ സ്റ്റെപ്പ് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ടൈമിൽ തന്നെ ഞാൻ ഹെൽമെറ്റ് കുറച്ച് നേരം ഉപയോഗിക്കുകയും, പിന്നെ ഇവിടെ കാലാവസ്ഥ തണുപ്പായതുകൊണ്ട് തലക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഹെൽമെറ്റ് തന്നെ കൂളിംഗ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ അത്യാവശ്യം കാറ്റും കാര്യമൊക്കെ തലയിലെത്തും. എന്നാലും ഞാൻ പാരാഗ്ലോ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിയർപ്പ് അധികം ഇങ്ങനെ തലയിൽ കിടക്കില്ല. അത് ഗ്ലൗ വലിച്ചെടുക്കും. പിന്നെ അത് ഞാൻ വാഷ് ചെയ്യുന്നതൊക്കെ ഉണ്ട്, അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സമയം ഹെൽമെറ്റ് ഊരി വെച്ച് കുറേ ദൂരം ഓടുകയാണെങ്കിൽ നമുക്ക് തല ചൂടായ ഫീലൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നേരം ഊരി വെച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ടൊക്കെയാണ് പോകുന്നിരുന്നത്. യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കാനാണ് എന്നോട് പറഞ്ഞത്. അതുപോലെ തന്നെ വാഷിങ്ങിൻ്റെ സമയത്താണ് അപ്പോൾ ലഡാക്കിൽ നമുക്ക് വെള്ളം ധൈര്യമായിട്ട് ഉപയോഗിക്കട്ടെ. കാരണം നേരെ ആ മലൻ്റെ മുകളിൽ നിന്ന് വരെ നല്ല വെള്ളമാണ്. ഇവർ കുടിക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നോർമലായിട്ട് തന്നെ കുളിക്കൽ. പുറത്തുനിന്ന് ഞാൻ വന്ന സമയത്തൊക്കെ പറഞ്ഞാൽ നല്ല മിനറൽ വാട്ടറോ കാര്യങ്ങളോ നമ്മൾ കുടിക്കുന്ന വെള്ളം വെച്ചിട്ടാണ് ഞാൻ തല മാത്രം കഴിക്കുന്നുള്ളൂ. ബാക്കി നമ്മൾ നോർമൽ വാഷ് ചെയ്താലും തല കഴിക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ഷാമ്പു, ബേബി ഷാമ്പു മാത്രമേ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ സോപ്പോ കാര്യങ്ങളോ ഒന്നും ഞാൻ തലയിൽ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ താരന് ഇപ്പോൾ വല്ലാണ്ടില്ല, അതുകൊണ്ട് താരൻ്റെ ഷാമ്പു അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പിന്നെ റിസൾട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വർഷം 2 മാസം എന്ന് പറഞ്ഞാൽ ഏകദേശം റിസൾട്ടിൻ്റെ അവസാനമാണ്. ഇനി ഇതിലേറെ വരാൻ ചാൻസ് കുറവാണ്. നമ്മുടെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത സമയത്ത് പറയുന്നത് ഒരു 6 മാസം മുതൽ 1 വർഷം വരെ നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. റിസൾട്ട് കാണിച്ചാൽ ഫ്രണ്ട് എയർലൈനും ഉള്ളും ഒക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല റിസൾട്ട് വന്നിട്ട്. ഞാൻ 4000 ഗ്രാഫ്റ്റാണ് വെച്ചത്. കോയമ്പത്തൂർ HNS എന്ന ക്ലിനിക്കിൽ നിന്നാണ് ഞാൻ ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല 1 വർഷം 2 മാസമായി. നല്ല റിസൾട്ടാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ എൻ്റെത് കണ്ട് വെച്ചവർ, അതായത് നമ്മൾ വീഡിയോ കണ്ടതിന് ശേഷം കുറേ പേര് ഇതുവരെ കോൺടാക്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അവരൊന്നും ഇതുവരെ നെഗറ്റീവ് കമൻറ്റ്സ് ആരും പറഞ്ഞില്ല. അത്യാവശ്യം നല്ല കമൻറ്റ് തന്നെയാണ്. പിന്നെ എൻ്റെ കൂടെ ചെയ്ത ഷിഹാബുണ്ട്, ഷിഹാബിനും സെയിം റിസൾട്ട് ഉണ്ട്. റിസൾട്ടിൻ്റെ കാര്യത്തിൽ പക്കയാണ്. ക്ലിനിക്കിൽ നമുക്ക് വിശ്വസിച്ച് പോകട്ടോ. പിന്നെ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. പെർ ഗ്രാഫ്റ്റ് 10 രൂപയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് PRP അല്ലെങ്കിൽ GFC ഒക്കെ ചെയ്യാൻ സാധിക്കും. 6 PRP ഒക്കെയാണ് ഓരോ സമയത്ത് ഓഫറാണ്. 6 PRP ഒക്കെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത്. അതേ മാറ്റിയാണ് GFCയിലേക്ക് മാറ്റി. GFC കുറച്ചുകൂടി എഫക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ GFCയിലേക്ക് മാറ്റി. ഇനി അതല്ല, നമുക്ക് മുടി കൊഴിച്ചിൽ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ GFC PRP ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് നിലനിർത്താൻ പറ്റും. മുടി ഉള്ളത് ഇനി കൊഴിഞ്ഞു പോകാതെ. അതിനൊക്കെ ആണെങ്കിൽ GFCക്ക് 2000 രൂപ, PRPക്ക് 500 രൂപയ്ക്കാണ് ചാർജ് വരുന്നത്. നാട്ടിലത്തെ 1/3 പോലും നമുക്ക് ചാർജ് വരുന്നില്ല. ട്രാൻസ്പ്ലാന്റേഷൻ്റെ ഫുള്ള് വീഡിയോ ഞാൻ ഒരു പ്ലേ ലിസ്റ്റാക്കി തന്നെ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ചാനൽ കയറി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ കയറി കഴിഞ്ഞാൽ ഞാൻ ഈ ട്രാൻസ്പ്ലാന്റേഷന് പോകുന്നത് മുതൽ ഇതുവരെയുള്ള ഓരോരോ മാസം ബേസും, അതുപോലെ തന്നെ പോയ സമയത്ത് ഞാൻ ഹെഡ് വാഷ്, അതേപോലെ തന്നെ മുടി വരുന്നത്, കൊഴിയുന്നത്, അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കറക്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് നോക്കാം, നിങ്ങൾക്കൊരു മുടി കൊഴിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന റിസൾട്ട് ആണെങ്കിൽ
ഹെയർ ലൈൻ ഇതാണ്. 1 വർഷവും 2 മാസമായ റിസൾട്ടാണ് ഈ കാണുന്നത്. നമ്മളെ ഹെയർ ലൈൻ കണ്ടെങ്കിൽ ഹെയർ ലൈൻ അടിപൊളിയായി വന്നിരിക്കുന്നത്, സെറ്റാണ്. അത്യാവശ്യം ഞാൻ ചെയ്ത 4000 ഗ്രാഫ്റ്റ് എനിക്ക് വന്നു തന്നെ പറയാം. പിന്നെ ഉള്ളു നോക്കുകയാണെങ്കിൽ ഇതാ ഉള്ളു കണ്ടെങ്കിൽ ഉള്ളൊക്കെ നല്ലതുണ്ട്. പിന്നെ മുടി അത്യാവശ്യം നീളം കിട്ടും. നാട്ടിൽ നിന്ന് പോകുന്നുണ്ട് ഇപ്പോൾ 10 ദിവസമായി മുടി കെട്ടിയിട്ട് കുറേ ആയിക്കണേ. പിന്നെ സൈഡ് നോക്കുകയാണെങ്കിൽ ഇതാ ഞാൻ ഇവിടെ നിന്നൊക്കെയാണ് എടുത്തത്. എടുത്ത പോർഷനൊക്കെ കണ്ടെങ്കിൽ അറിയണമെന്നല്ല, ബാക്കും അതേമാതിരി ഇതാ ബാക്ക് എടുത്ത പോർഷൻസ് ഒന്നും അറിയണില്ല, നല്ല വൃത്തിക്ക് വന്നിന്. പിന്നെ എൻ്റെ ക്രൗൺ ഏരിയ ഓൾറെഡി പോയതാട്ടോ, അത് നമുക്ക് ഇനി അടുത്ത സെറ്റ് ഇൻഷാ അല്ലാഹ് കുറച്ച് നല്ലോണം പോവുകയാണെങ്കിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയാണ് റിസൾട്ട്. ലഡാക്ക് കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. ഇനി ഏതായാലും ഈ ട്രിപ്പ് കഴിയുമ്പോൾ ഇനി മുടി കൊഴിച്ചിൽ കാര്യങ്ങളുണ്ടെന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.